ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അറിയാലോ, ഇന്ന് ഡാൻസിൻ്റെ പ്രോഗ്രാമാണ്. നല്ല ടെൻഷനുണ്ട്, പക്ഷേ എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. അതുപോലെ ചെയ്യാൻ പറ്റിയാൽ മതിയായിരുന്നു. രാവിലെ തന്നെ നല്ല മഴയാണ്, എണ്ണിക്കാൻ മടി, അങ്ങനെ ഇരിക്കുന്നു. മഴ പെയ്ത് കുറച്ച് തോന്നിയിട്ടുണ്ട്. നല്ല ടെൻഷനുണ്ട്, എന്ത് ചെയ്യണമെന്നറിയില്ല. രാവിലെ വെയിലൊക്കെ വന്നു, കമ്മലും മലയും ഒന്നുമില്ല, മൂക്കുത്തി പോയി. ഞാൻ ചുമ്മാ മുടിയൊക്കെ പിന്നിട്ടിട്ടുണ്ട്. നമുക്ക് രാവിലെ പോയി വാട്ടർമെലൺ ജ്യൂസൊക്കെ കുടിച്ചിട്ട് കുറച്ചൊന്ന് റിഫ്രഷ് ആകാം. ഓക്കെ, പിന്നെ എല്ലാം ഷടപടയെന്നായിരുന്നു ഗൈസ്. വേഗം റെഡിയായി. ഞാൻ വേഗം പെട്ടെന്ന് ഒരു ഷർട്ടും സ്കേർട്ടും ഒക്കെ എടുത്തിട്ടുകൊണ്ട് പോയി. പിന്നെ ഗ്ലൂക്കോസൊക്കെ വാങ്ങി വേഗമാണ് പോയത്. അങ്ങനെ കാറിലാണ് പോയത്. അപ്പോൾ സച്ചിൻ്റെ ഫ്രണ്ട്സിനെയും കൂടെ കൂട്ടി തിരിച്ചു വരുമ്പോൾ ഒറ്റയ്ക്കാവായിരിക്കണം. അങ്ങനെ അവിടെ എത്തി. നല്ല അടിപൊളി മഴയായിരുന്നു, നല്ല മഴയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഗ്രീൻ റൂമിലെത്തി. അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുക. പിള്ളേരെല്ലാം ഒരുക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരെയും വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഓരോരുത്തരെയായിട്ട് തലകെട്ടാനും മേക്കപ്പ് ചെയ്യാനും ഒക്കെ തുടങ്ങി കേട്ടോ. എൻ്റെ ഊഴമെത്തി ഗായ്സ്. കുറേ നാൾക്ക് ശേഷമാണ് മുഖത്ത് ഇങ്ങനെ മേക്കപ്പ് കാര്യങ്ങളൊക്കെ ഇടുന്നത്. അങ്ങനെ മേക്കപ്പ് ബേസൊക്കെ അടിച്ചിട്ട് എനിക്ക് കറക്റ്റ് പറയാൻ അറിയത്തില്ല. ബേസൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ ഇരുത്തും. അങ്ങനെ കുറച്ച് പേർക്ക് ബാക്കി മുടി കെട്ടും, പിന്നെ ബാക്കിയുള്ളവർക്ക് കണ്ണെഴുതും. പിന്നെ ഞങ്ങൾ വാഷ്റൂമിലൊക്കെ പോയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു ഗൈസ്. കാരണം അത് കഴിഞ്ഞിട്ട് ഡ്രസ്സ് ഇടാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ പോയിട്ട് വന്നിട്ട് നിൽക്കാമെന്ന് വെച്ചു. അങ്ങനെ അപ്പം ഞാനും നന്ദനയും കൂടെ പോയത്. അങ്ങനെ ഞങ്ങൾ പോയി തിരിച്ചു വന്നു. ഡ്രസ്സെല്ലാം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ചൂട് നല്ല വീർത്ത് കുളിച്ച് അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്തിട്ട് പിന്നെ പോയി കാലിൽ അലത്ത അടിക്കുകയാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എപ്പോഴും ചെയ്യാറില്ലല്ലോ. അങ്ങനെ അതൊക്കെ അടിക്കുന്നത് നോക്കി നിന്നു. പിന്നെ ഇനി ലിപ്സ്റ്റിക് കൂടെ ഉള്ളിടാൻ, ബാക്കിയെല്ലാം ഏകദേശം സെറ്റായി ഗൈസ്. അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ പുറത്തിറങ്ങി കുറച്ച് ഫോട്ടോസും. ഞങ്ങൾക്ക് അങ്ങനെ അധികം ടൈമൊന്നും കിട്ടിയില്ല. അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പ്രോഗ്രാം കഴിഞ്ഞ് രാത്രി 1 മണിയായി. നല്ല വിശന്ന് വയറ് കത്തുക. ഇതാണ് കിട്ടിയ മൊമെന്റോ. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഗൈസ്, ഗുഡ് മോർണിംഗ്. പിന്നെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ 2 മണിയായി. പിന്നെ മേക്കപ്പ് സാധനങ്ങളും എല്ലാം അടിച്ചു വെച്ച് എല്ലാം ഒന്ന് ഏകദേശം മേക്കപ്പ് എല്ലാം കളഞ്ഞ്, തലമുടി ഇതുവരെ സെറ്റായിട്ടില്ല. എണ്ണ തേച്ച് മൊത്തം കളയണം. അലത്തൊക്കെ കുറേയൊക്കെ പോയി. മുഖം കഴുകി കാലെല്ലാം ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നു. നല്ല ടയർഡായിരുന്നു, ലേറ്റായിട്ടാണ് എണീച്ചത്. അപ്പോൾ നമുക്കിനിയും ഫുള്ള് ക്ലീനിങ്ങും പരിപാടികളൊക്കെ ഉണ്ട്. ഫുള്ള് കംപ്ലീറ്റ് റെസ്റ്റാണ്. പിന്നെ കാലൊക്കെ ഇന്നലെ രാത്രി മസിൽ പിടിച്ചിട്ട് കുറച്ച് സീനായിരുന്നു. ഫുഡ് എന്തെങ്കിലും കഴിക്കണം. ഉച്ചയായി. ഞാനിപ്പോൾ ഒരു 3 മണിക്കൂറായി എണീറ്റിട്ട്. അയ്യോ, പ്രോഗ്രാമൊക്കെ അടിപൊളിയായിരുന്നു. ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. ഞാൻ എന്നെക്കുറിച്ച് ആലോചിച്ച് തന്നെ പ്രൗഡായിട്ടിരിക്കുക. എനിക്ക് നല്ലപോലെ ചെയ്യാൻ പറ്റി, നല്ലപോലെ ഡാൻസ് കളിക്കാൻ പറ്റി, പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റി. നമ്മൾക്ക് ഇപ്പം ഗുഡ് ഓർ ബാഡ് ഡേയ്സ് നമ്മളാണ്. ബാഡാണെങ്കിലും ഗുഡാണെങ്കിലും ഡേയ്സ് നമ്മളാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഓരോ മൊമെൻറ്റും അതായത് പ്രസൻറ്റ് ആലോചിച്ച് അതല്ലെങ്കിൽ ഇപ്പം നടക്കുന്ന കാര്യത്തിലെ ഹാപ്പിനെസ് കണ്ടെത്തി ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കണം. അതാണ് എൻ്റെ ലൈഫ് പോളിസി. ചില സമയങ്ങളിൽ ഡൗൺ ആയി പോകും, പക്ഷേ നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക, ഇഷ്ടപ്പെട്ട പോലെ ജീവിക്കുക, അതൊക്കെയാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന മെമ്മറീസ്. ചീത്തയാണെങ്കിൽ അല്ലെങ്കിൽ വിഷമമുള്ള മെമ്മറീസ് ആണെങ്കിൽ നമ്മളത് ഓർക്കാൻ ആഗ്രഹിക്കത്തില്ലല്ലോ. അത് ഓർത്ത് കരയത്തല്ലേ ഉള്ളൂ. മോട്ടിവേഷനൊന്നും വന്നില്ല. ഓക്കെ, പ്രോഗ്രാമൊക്കെ അടിപൊളിയായിരുന്നു. കലൈക്കോവിലിൽ എനിക്ക് ഡാൻസിന് ചേരാൻ പറ്റിയതും 1 വർഷം കൊണ്ട് ഒന്നും അറിയാത്ത എന്നെ ഇത്രയൊക്കെ ആക്കിയെടുത്തത് അവിടുത്തെ ടീച്ചേഴ്സും സ്റ്റാഫുമാരും എല്ലാവരും കൂടെയാണ്. പിന്നെ ഞങ്ങളുടെ കൂടെയുള്ള കൊളീഗ്സ് അവരെല്ലാം കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.
കുറേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കുറേ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്, എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഞാനൊന്നും ഒന്നുമല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലതവണയും. കാരണം ഏജൊന്നും ഒരു പ്രശ്നമേ അല്ല, അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഒരു പ്രശ്നമേ അല്ലെന്നാണ് എനിക്ക് അവിടെ പഠിക്കുന്ന ഓരോ ആൾക്കാരും, എൻ്റെ കൂടെ പഠിക്കുന്ന ഓരോരുത്തരും എനിക്ക് കാണിച്ചു തന്നത്. നമുക്ക് ചെറിയ കാര്യം വരുമ്പോഴത്തേക്ക് ഞാനൊക്കെയാണെങ്കിൽ അങ്ങ് ഡൗൺ ആയിപ്പോവും. പക്ഷേ അവരൊക്കെയെന്ന് പറഞ്ഞാൽ ഇച്ചാതി മോട്ടിവേഷൻ മക്കളെ. എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമ്മളെ കൊണ്ടും പറ്റുമെന്ന് അവരെല്ലാവരും കാണിച്ചു തന്നു. അങ്ങനെ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇനിയിപ്പം കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ, കുറച്ച് ദിവസം മീൻസ് 2-3 മന്ത്സും കൂടെ കാണത്തുള്ളൂ. അത് കഴിഞ്ഞാൽ തിരിച്ച് കയറിപ്പോവും. അതുവരെ ഡാൻസ് ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. പറ്റുവാണെങ്കിൽ ദൈവം സഹായിച്ചാൽ അടുത്ത വർഷം എനിക്ക് കലാകോവലിലെ പ്രോഗ്രാമിന് പങ്കെടുക്കണമെന്നുണ്ട്. പിന്നെ തൽക്കാലം പോയിട്ട് ഞാൻ ഓൺലൈനായിട്ട് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യും. അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബൈ. എന്തെങ്കിലും കഴിക്കട്ടെ. ബൈ. 2-3 ചപ്പാത്തിയും കുറച്ച് സോയാബീൻ ഇരിപ്പുണ്ട്. നമുക്കത് ചൂടാക്കി കഴിക്കാം. വിശക്കുന്നു എനിക്ക്. ചപ്പാത്തിയും സോയാബീൻ. ഗൈസ്, മുടിയിലെ ചെടയൊന്നും ഇതുവരെ പോയിട്ടില്ല. അപ്പം ഞാനാണെങ്കിൽ ഇവിടെ നിന്ന് മധുവിധു എന്ന് പറഞ്ഞൊരു മൂവിയില്ലേ, ഇത് അനിയൻ്റെ വീൽ ചെയറാണേ. മധുവിധു എന്ന് പറഞ്ഞ വീൽ ചെയർ, മധുവിധു എന്ന് പറഞ്ഞ മൂവി കാണുക. അപ്പോൾ ഞാൻ വിചാരിച്ചു തല ചിടക്കം എടുക്കാം, കുറച്ചൊരു സിനിമയും കാണാം, നമുക്കൊരു മീ ടൈമും ആകുമല്ലോ. ഓക്കെ, അങ്ങനെയൊക്കെ ഇരിക്കുന്നു ഗായ്സ്. അപ്പം നമ്മൾ പോയില്ല, ഞാൻ പോയി സിനിമ കാണട്ടെ. അപ്പം മുടിയൊക്കെ സെറ്റാക്കട്ടെ. ഞാൻ മറ്റേ തുണിയില്ലേ, നല്ല ഇട്ട ഡ്രസ്സ് ഞാൻ ഇത് കണ്ടോ ഫുള്ള് ബാക്ക് കോംബ് ചെയ്തിട്ട് ഇവിടെ ഫുള്ള് സീനായിട്ടിരിക്കും. ഇതെല്ലാം മാറ്റണം. ഇത് ഹെയർ സ്പ്രേ അടിച്ചിട്ട്, ദിസ് ഇസ് ചകിരി, ചകിരി ഒന്ന് തല കഴുകിയെടുത്ത് സെറ്റാക്കണം. ഞാൻ ഡ്രസ്സെല്ലാം ഒന്ന് വെയിലത്തിട്ട്, എല്ലാം ഒന്ന് വെയിലത്തിട്ടിട്ടുണ്ട്. അത് കഴുകണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ വെയിലത്തിട്ടു. നാളൊക്കെ വരുമല്ലേ, നമുക്കൊന്ന് സെറ്റാവണ്ടേ. സെറ്റാവാൻ എന്നുവെച്ചാൽ അങ്ങനെയല്ല, മമ്മിജിയും ഒക്കെ പറഞ്ഞു ഡ്രസ്സൊക്കെ എടുക്കാൻ. അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ യു ആണെങ്കിൽ പൈസയൊക്കെ അയച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് ഡ്രസ്സ് എടുക്കും. എനിക്ക് വൈകിട്ട് മറ്റേ BNUവിൻ്റെ പാർക്കിലൊന്ന് പോകണം. ചുമ്മാ സമയം പോകണ്ടേ. മുടി ഒന്ന് സെറ്റാക്കട്ടെ. ഞാൻ എന്നിട്ട് പോയി സിനിമ കാണട്ടെ. ടാൻ അടിച്ചിട്ട് എൻ്റെ മുഖത്തിൻ്റെ കളറ് മാറിയത് കണ്ടോ. ഇന്നൊരു ജിമ്മുണ്ടെങ്കിൽ നമുക്ക് ജിമ്മിൽ പോകണം, സെറ്റാവണം. ഓക്കെ, സോ ഞാൻ പോയി റെഡി ആയിട്ട് വരാം. ഐ മീൻ തലയിലെ ചടകൾ കളഞ്ഞിട്ട് വരാം. ബൈ. ഞാൻ ചുമ്മാ ഇറക്കിയതാ. അയ്യോ, ഇവിടെ ഈ ഒരെണ്ണേ ഞാൻ കണ്ടുള്ളൂ. ഇവിടെ ഇപ്പുറത്തൊരെണ്ണം ഞാൻ കണ്ടില്ലായിരുന്നു. രാവിലെ തന്നെ കുറച്ച് പ്രോട്ടീൻ ഓട്സ് കുടിക്കാമെന്ന് വെച്ചു. എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്, കുടിക്കാം. അടുത്ത ദിവസം ഡ്രസ്സ് എടുക്കാനായിട്ട്, അതായത് പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് എടുക്കാനായിട്ട് പോയി. പിന്നെ വണ്ടി പോയി കണ്ടു. അത് കഴിഞ്ഞിട്ട് MRൽ വന്ന് ബാക്കിയുള്ള അത്തത്തായ്ക്കുള്ളതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വൈകിട്ട് നിളാ പാർക്കിൽ വന്നു, ഞാനും അലിക്കുട്ടനും കൂടെ. പിന്നെ പിറ്റേ ദിവസം പെരുന്നാളിന് ഞങ്ങൾ അമ്മച്ചിയുടെ അവിടെ പോവാണ്. കാരണം വേറെ പണിയൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഞാനും സച്ചും കൂടെ റെഡിയായി രാവിലെ തന്നെ അവിടെ പോയി. അങ്ങനെ അവിടെ ഒരു ദിവസമൊക്കെ നിന്ന് മഴ കാരണം. അപ്പോൾ അടുത്ത വ്ലോഗിൽ കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ ഉമ്മ.